എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തുടരുന്നത് പ്രണയതീരം എന്ന പ്രണയകഥയുടെ അടുത്ത ഭാഗമാണ്. അധ്യായം 5. എതിർപ്പുകളുടെ തുടക്കം. മരിയയുടെ വീടിന് മുന്നിൽ നിൽക്കുമ്പോൾ അവൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. സാധാരണയായി വെളിച്ചം നിറഞ്ഞു നിൽക്കുന്ന ആ ഉമ്മറത്ത് ഇന്നൊരു വല്ലാത്ത ഇരുട്ട് പടർന്നിരിക്കുന്നു. ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ ഉമ്മറത്തെ ചൂരൽ കസേരയിലിരുന്നിരുന്ന അവളുടെ പപ്പ ഔസേപ്പച്ചൻ എഴുന്നേറ്റു. അരികിൽ പപ്പയുടെ ആത്മമിത്രമായ പാപ്പച്ചനും മകൻ ആന്റണിയുമുണ്ട്. ആന്റണി ബംഗളൂരുവിലെ വലിയൊരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ ഉടമയാണ്. മര്യാദക്കാരനെന്ന് പുറമേ തോന്നിക്കുമെങ്കിലും അവന്റെ കണ്ണുകളിൽ ഒരുതരം ആധിപത്യം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. നീ എവിടെയായിരുന്നു ഇത്രയും നേരം? ഔസേപ്പച്ചന്റെ ശബ്ദം ഇടിമുഴക്കം പോലെ ആ ഉമ്മറത്ത് മുഴങ്ങി. മരിയ ഒരു നിമിഷം തരിച്ചു നിന്നു. അത് പപ്പ, കോളേജ് ലൈബ്രറിയിൽ. ലൈബ്രറിയിലോ അതോ ഫോർട്ട് കൊച്ചിയിലെ ആ തെരുവാട്ടുകാരന്റെ കൂടെയോ? ഔസേപ്പച്ചൻ എറിഞ്ഞ ആ ചോദ്യം മരിയയുടെ ഹൃദയത്തിൽ തുളച്ചു കയറി. തന്റെ സ്വകാര്യമായ ആ പ്രണയലോകം തകർക്കപ്പെട്ടുവെന്ന് അവൾ തിരിച്ചറിഞ്ഞു. മരിയ ഒന്നും മിണ്ടിയില്ല. അവളുടെ മൗനം ഔസേപ്പച്ചനെ കൂടുതൽ പ്രകോപിപ്പിച്ചു. ഞാനെല്ലാം അറിഞ്ഞു മരിയ. പള്ളിപ്പെരുന്നാളിനും കടൽ തീരത്തും നീ അവനോടൊപ്പം ചുറ്റിക്കറങ്ങുന്നത് ആളുകൾ പറഞ്ഞു. ഞാൻ അറിഞ്ഞു. എന്റെ മകൾ ഒരു പാട്ടുകാരന്റെ കൂടെ നടന്ന് ഈ കുടുംബത്തിന്റെ പേര് കളയുമെന്ന് ഞാൻ കരുതിയില്ല. പപ്പ, ജെറോം അങ്ങനെ ഒരാളല്ല. അവനൊരു വലിയ കലാകാരനാണ്, മരിയ ധൈര്യം സംഭരിച്ചു പറഞ്ഞു. കലാകാരൻ? ആന്റണി പരിഹാസത്തോടെ ചിരിച്ചു. മരിയ, ഈ പാട്ടൊക്കെ വെറും വിനോദമാണ്. അതുകൊണ്ട് നിനക്കൊരു ജീവിതം തരാൻ അവൻ കഴിയില്ല. നിനക്ക് വേണ്ടത് ഒരു സുരക്ഷിതമായ ഭാവി നൽകാനാണ് നിന്റെ പപ്പ ആഗ്രഹിക്കുന്നത്. മരിയ ആന്റണിയെ ഒന്ന് രൂക്ഷമായി നോക്കി. അവളിലെ പ്രണയിനി അപ്പോൾ ഒരു പോരാളിയായി മാറുകയായിരുന്നു. എന്റെ സുരക്ഷ നോക്കാൻ എനിക്കറിയാം ആന്റണി. പപ്പ, എനിക്ക് ജെറോമിനെ ഇഷ്ടമാണ്. അതൊരു തെറ്റാണെന്ന് ഞാൻ കരുതുന്നില്ല. അന്ന് രാത്രി മരിയയുടെ വീട്ടിൽ വലിയൊരു യുദ്ധം തന്നെ നടന്നു. ഔസേപ്പച്ചൻ അവളെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ടു. അവളുടെ ഫോൺ പിടിച്ചു വാങ്ങി. ജെറോമുമായുള്ള എല്ലാ ബന്ധങ്ങളും മുറിക്കാനായിരുന്നു പപ്പയുടെ കൽപ്പന. ഫോർട്ട് കൊച്ചിയിലെ കടൽ തീരത്ത് ജെറോം അവളെ കാത്തു നിൽക്കുകയായിരുന്നു. കാറ്റും മഴയും കനത്തു തുടങ്ങിയിട്ടും അവൻ അവിടെ നിന്ന് മാറിയില്ല. മരിയയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയത് അവന്റെ ഉള്ളിൽ വലിയൊരു ഭയം നിറച്ചു. മരിയ, നീ എവിടെയാണ്? അവൻ ആകാശത്തേക്ക് നോക്കി പതുക്കെ മന്ത്രിച്ചു. അവന്റെ കയ്യിലെ ഗിറ്റാർ തന്ത്രികൾ കാറ്റിൽ സ്വയം മുഴങ്ങുന്നത് പോലെ തോന്നി. പിറ്റേന്ന് രാവിലെ ജെറോം മരിയയുടെ വീടിന് അരികിലെത്തി. എന്നാൽ അവിടെ അവനെ കാത്തുനിന്നത് ഔസേപ്പച്ചന്റെ ഗുണ്ടകളായിരുന്നു. അവർ അവനെ ക്രൂരമായി മർദ്ദിച്ചു. ഇനി ഈ വഴി കണ്ടാൽ നിന്റെ കാല് ഞാൻ വെട്ടും. എന്റെ മകളെ മോഹിപ്പിക്കാൻ വളർന്നോ നീ? ഔസേപ്പച്ചന്റെ ആജ്ഞ കേട്ട് ജെറോം ചോരയൊലിപ്പിച്ചുകൊണ്ട് നിലത്ത് കിടന്നു. അവൻ വേദന കൊണ്ട് പുളഞ്ഞപ്പോഴും അവന്റെ മനസ്സിൽ മരിയയുടെ മുഖമായിരുന്നു. ആ മർദ്ദനത്തിനിടയിലും അവൻ ഉറക്കെ പറഞ്ഞു, നിങ്ങൾക്കെന്നെ തല്ലി തോൽപ്പിക്കാം, പക്ഷേ എന്റെ സംഗീതത്തെയും എന്റെ പ്രണയത്തെയും തടയാൻ നിങ്ങൾക്ക് കഴിയില്ല. മുറിക്കുള്ളിലെ ജനാലയിലൂടെ മരിയ ഈ കാഴ്ച കാണുന്നുണ്ടായിരുന്നു. അവൾ ഉറക്കെ കരഞ്ഞു, വാതിലിൽ മുട്ടിവിറച്ചു. പക്ഷെ ആരും അവളെ സഹായിക്കാൻ വന്നില്ല. ജെറോമിനെ അവർ വലിച്ചിഴച്ച് റോഡിലേക്കെറിഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. മരിയ നിരാഹാരമിരുന്നു. ജെറോം ഓരോ രാത്രിയും മരിയയുടെ വീടിന്റെ അകലെയുള്ള ആ പഴയ കലുങ്കിലിരുന്നു ഗിറ്റാർ വായിച്ചു. ആ സംഗീതം മരിയയുടെ കാതുകളിൽ എത്തുമായിരുന്നു. അതായിരുന്നു അവർക്കിടയിലുള്ള ഒരേയൊരു പാലം. ഒരു രാത്രി ജെറോം അവിടെ ഇരിക്കുമ്പോൾ കഫേ ഉടമ തോമസ് ചേട്ടൻ അരികിലെത്തി അവന്റെ തോളിൽ തട്ടി. ജെറോം, നീ ഇങ്ങനെ തളർന്നു പോയാൽ ശരിയാകില്ല. നിന്റെ കയ്യിൽ ആയുധമുണ്ട്, നിന്റെ സംഗീതം. നീ വിജയിക്കണം. ലോകം മുഴുവൻ നിന്നെ അറിയണം. അന്ന് ഇവർക്ക് നിന്നെ തടയാൻ കഴിയില്ല. തോമസ് ചേട്ടന്റെ വാക്കുകൾ ജെറോമിന്റെ ഉള്ളിൽ ഒരു തീയായി മാറി. മരിയയ്ക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ താൻ തോൽക്കരുത് എന്നവൻ ഉറപ്പിച്ചു. പക്ഷെ അതിനായി തനിക്ക് കൊച്ചി വിട്ടു പോകേണ്ടി വരുമെന്ന് അവൻ അറിഞ്ഞു. അതേസമയം മരിയയുടെ വിവാഹം ആന്റണിയുമായി നിശ്ചയിക്കപ്പെട്ടു. മരിയയുടെ കണ്ണീരിന് ആ വലിയ വീട്ടിൽ യാതൊരു വിലയും ഉണ്ടായിരുന്നില്ല. പ്രണയതീരത്തെ തിരമാലകൾ അന്ന് രാത്രി വല്ലാതെ അലറി വിളിക്കുന്നുണ്ടായിരുന്നു. ജെറോമും മരിയയും തങ്ങളുടെ പ്രണയത്തിനു വേണ്ടിയുള്ള വലിയൊരു ത്യാഗത്തിന് തയ്യാറെടുക്കുകയായിരുന്നു. അധ്യായം 6. വിട പറയാതെ. ഫോർട്ട് കൊച്ചിയിലെ ആ രാത്രിക്ക് മുമ്പെങ്ങുമില്ലാത്തൊരു ഭാരമുണ്ടായിരുന്നു. ആകാശം തോരാതെ പെയ്തുകൊണ്ടിരുന്നു. കടൽ പ്രക്ഷുബ്ധമായി തീരത്തേക്ക് അലറി വിളിച്ചു കയറുന്നു. ജെറോം തന്റെ ചെറിയ മുറിയിൽ ഒറ്റയ്ക്കായിരുന്നു. ശരീരത്തിലെ മുറിവുകൾ അപ്പോഴും നീറുന്നുണ്ടായിരുന്നു. പക്ഷേ മനസ്സിനേറ്റ മുറിവിനോളം വരില്ലായിരുന്നു അത്. അവൻ തന്റെ ഗിറ്റാർ പെട്ടിയിലേക്ക് ആവശ്യമായ തുണികളും കുറച്ച് എഴുത്തുകളും എടുത്തുവെച്ചു. തോമസ് ചേട്ടൻ പറഞ്ഞത് ശരിയാണ്. ഇവിടെ നിന്നാൽ ഔസേപ്പച്ചന്റെ ആളുകൾ അവനെ ജീവിക്കാൻ അനുവദിക്കില്ല. തന്റെ സംഗീതം വളരണമെങ്കിൽ, മരിയയെ എന്നേക്കുമായി സ്വന്തമാക്കണമെങ്കിൽ തനിക്കൊരു വലിയ നിലയിൽ എത്തേണ്ടതുണ്ട്. ചെന്നൈയിലെ ഒരു വലിയ മ്യൂസിക് സ്റ്റുഡിയോയിൽ നിന്ന് അവനൊരു ക്ഷണം വന്നിട്ടുണ്ട്. പക്ഷെ മരിയയെ അറിയിക്കാതെ എങ്ങനെ പോകും? അവൻ ഒരു കഷണം കടലാസെടുത്തു. വിളക്കിലെ നേരിയ വെളിച്ചത്തിൽ
അവൻ മരിയയ്ക്കായി തന്റെ അവസാനത്തെ കത്തെഴുതി. മരിയ, എനിക്ക് പോകേണ്ടി വരികയാണ്. പക്ഷെ ഇത് തോറ്റോടിയതല്ല, നിനക്ക് വേണ്ടി വിജയിച്ചു വരാൻ വേണ്ടിയുള്ള യാത്രയാണ്. എന്റെ സംഗീതം എവിടെ മുഴങ്ങുന്നുവോ അവിടെ എന്റെ സാന്നിധ്യമുണ്ടാകും. നീ ആന്റണിയുടെ മുന്നിൽ തലകുനിക്കരുത്. എനിക്ക് വേണ്ടി കാത്തിരിക്കണം. അതേസമയം മരിയ തന്റെ മുറിയുടെ ജനാലയ്ക്കൽ ആകാശത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ വറ്റിക്കഴിഞ്ഞിരുന്നു. വീടിന് താഴെ വിവാഹാലോചനകളുടെ തിരക്കിലാണ് പപ്പയും മമ്മിയും. സ്വർണത്തിന്റെ പകിട്ടുകളെക്കുറിച്ചും ആന്റണിയുടെ പണത്തെക്കുറിച്ചും അവർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അവൾക്ക് മനം പിരട്ടൽ തോന്നി. പെട്ടെന്ന് കാറ്റിൽ ഒരു സംഗീതം ഒഴുകി വരുന്നത് അവൾ അറിഞ്ഞു. ആ കലുങ്കിന്റെ അപ്പുറത്തുനിന്ന് ജെറോം പാടുകയാണ്. മരിയയുടെ ഉള്ളൊന്നു പിടഞ്ഞു. അവൾ ജനാലാഴികളിൽ മുറുകെ പിടിച്ചു. ജെറോം, അവൾ പതുക്കെ മന്ത്രിച്ചു. ആ പാട്ടിൽ ഒരു വിടവാങ്ങലിന്റെ വേദനയുണ്ടായിരുന്നു. മരിയയ്ക്ക് ആ വരികളുടെ അർത്ഥം മനസ്സിലായി. അവൻ പോകുകയാണ്. തന്നെ തനിച്ചാക്കി അവൻ ഈ നഗരം വിടുകയാണ്. അവൾക്ക് ഉറക്കെ വിളിച്ചു പറയണമെന്നുണ്ടായിരുന്നു, എന്നെയും കൂടെ കൊണ്ടുപോകൂ എന്ന്. പക്ഷേ അവളുടെ ശബ്ദം തൊണ്ടയിൽ കുരുങ്ങിക്കിടന്നു. അടുത്ത ദിവസം പുലർച്ചെ കൊച്ചി നഗരം ഉണരും മുൻപേ ജെറോം ഇറങ്ങി. തന്റെ പഴയ സൈക്കിളും ഗിറ്റാർ ബാഗുമായി അവൻ ബോട്ട് ജെട്ടിയിലേക്ക് നടന്നു. നഗരം അപ്പോഴും ഉറക്കത്തിലായിരുന്നു. ബോട്ട് ജെട്ടിയിലെ പഴയ കല്ലുകളിൽ ഇരുന്നുകൊണ്ട് അവൻ അവസാനമായി കടലിലേക്ക് നോക്കി. തോമസ് ചേട്ടൻ അവിടെ അവനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് പിടിക്ക് ജെറോം, കുറച്ചു പണം അവന്റെ കയ്യിൽ വെച്ചുകൊടുത്ത് തോമസ് ചേട്ടൻ പറഞ്ഞു. ഇതുകൊണ്ട് നിനക്ക് കുറച്ചു ദിവസം അവിടെ പിടിച്ചു നിൽക്കാം. നീ വിജയിക്കണം. കൊച്ചിയിലെ ഈ തെരുവുപാട്ടുകാരൻ ആരാണെന്ന് ലോകമറിയണം. ജെറോം തോമസ് ചേട്ടനെ കെട്ടിപ്പിടിച്ചു. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. ചേട്ടാ, മരിയയെ ഒന്ന് നോക്കണം. അവൾക്ക് ഈ കത്ത് എങ്ങനെയെങ്കിലും എത്തിച്ചു കൊടുക്കണം. ഫെറി ബോട്ട് വന്നു. ജെറോം ബോട്ടിലേക്ക് കയറി. ബോട്ട് നീങ്ങിത്തുടങ്ങിയപ്പോൾ ഫോർട്ട് കൊച്ചിയിലെ പള്ളിഗോപുരങ്ങളും ചൈനീസ് വരകളും ചെറുതായി വന്നു. തന്റെ പ്രാണനായ മരിയയെയും തന്റെ മണ്ണായ കൊച്ചിയെയും പിന്നിലാക്കി അവൻ ഒരു അജ്ഞാത ലോകത്തേക്ക് യാത്രയാവുകയാണ്. മരിയ ഉണർന്നപ്പോൾ ലോകം മാറിയിരുന്നു. അവളുടെ മുറിയിലേക്ക് തോമസ് ചേട്ടൻ അയച്ച ഒരു ചെറിയ കുട്ടി രഹസ്യമായി ആ കത്തെത്തിച്ചു. അത് വായിച്ചപ്പോൾ അവൾക്ക് കരയണോ ചിരിക്കണോ എന്ന് മനസ്സിലായില്ല. നീ പോയി ജെറോം, പക്ഷെ ഞാൻ കാത്തിരിക്കും. കടൽ തീരത്തെ ഈ മണൽത്തരികൾ പോലെ, നിന്റെ പാട്ടിന്റെ ഈണങ്ങൾ പോലെ ഞാൻ ഇവിടെ ഉണ്ടാകും, മരിയ തന്നെത്താൻ പറഞ്ഞു. അന്ന് വൈകുന്നേരം ആന്റണി മരിയയുടെ വീട്ടിലെത്തി. വിവാഹ നിശ്ചയത്തിന് വേണ്ടിയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും അവനുമായി വന്നു. മരിയ ഒന്നും എതിർത്തില്ല. അവൾ ഒരു യന്ത്രത്തെ പോലെ എല്ലാം സ്വീകരിച്ചു. അവളുടെ ഉള്ളിൽ ജെറോം കൊളുത്തിയ ആ പ്രതീക്ഷയുടെ തിരി അപ്പോഴും അണയാതെ നിന്നിരുന്നു. മഴ വീണ്ടും പെയ്യാൻ തുടങ്ങി. കൊച്ചിയിലെ മഴയ്ക്ക് അന്ന് വിരഹത്തിന്റെ ചുവയായിരുന്നു. ജെറോം ട്രെയിനിൽ ഇരുന്ന് ജനാലയിലൂടെ പുറത്തെ കറുത്ത ലോകത്തെ നോക്കി. അവന്റെ ഗിറ്റാറിൽ അവൻ ഒരു പുതിയ ഈണം മീട്ടി. അത് വിരഹത്തിന്റെ പ്രണയതീരമായിരുന്നു. ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.